പാർലമെന്റിൽ വടകരയിലെ ജനങ്ങളുടെ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിന്മേൽ ചോദ്യം ഉന്നയിച്ച് പരിഹാരം ആരാഞ്ഞ് വടകരയുടെ MP ഷാഫി പറമ്പിൽ. അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ഒരു മീറ്റിംഗ് വിളിക്കാം എന്ന് ഉറപ്പു നൽകി കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി. ഇവിടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഷാഫിയെ ക്ഷണിക്കുന്നത് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. विषय नंबर 241 श्री शफी परिमल सर. ഷാഫി പറമ്പിൽ എന്ന പേരും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും വളരെ വിചിത്രമായാണ്. ക്വസ്റ്റ്യൻ എന്നുള്ളത് കുഷ്യൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഷാഫി പറമ്പിൽ എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ നേതാവ് മോദി ഡോളൻ ട്രംപ് എന്ന് ഡൊണാൾഡ് ട്രംപിനെ അഭിസംബോധന ചെയ്തതുപോലെ ഷഫി പരിമൾ എന്നാണ് പറയുന്നത്. അല്പമൊക്കെ ആക്ഷൻ വ്യത്യാസം ഉണ്ടാവാം എങ്കിലും ഇതുപോലെ കുലബന്ധം പോലുമില്ലാതെ, അതും ക്വസ്റ്റ്യൻ എന്ന് പോലും വ്യക്തമായി പറയാൻ അറിയത്തില്ലാത്ത ഒരു സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഗതികേട് അല്ലാതെ എന്താണ്? ഏതായാലും അതൊക്കെ പോട്ടെ, ഷാഫി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് കേൾക്കാം. Question number 241. Thank you, Honorable Speaker sir, for the opportunity. Sir, I would like to bring to your attention through this house about the difficulties faced by the people of Vadagara constituency due to the ongoing construction works and its delay of the national highway, sir. Sir, we have so many issues regarding underpasses, overbridges, the width of service roads, so many junctions being embankments, and so many other issues. Sir, places like Tikodi, they are protesting for more than 1 year for allotting an underpass in the town where there is a railway station, where there is school, where there is masjid, where there is temple, and so many other things including the people's market. Sir, I will come to the point. Sir, will your good self, including Tikodi, Anela, Ariyur, Pandalayani, and so many other Nandi, so many other issues, will your good self order a high-level meeting to be convened to discuss these difficulties and including Vadagara Junction? Okay. Sir, can you take appropriate action to settle this issue, sir? ഈ ഒരു മിനിറ്റ് ഷാഫി തന്റെ പ്രശ്നം ഉന്നയിക്കുമ്പോൾ എത്ര തവണയാണ് അക്ഷമനായി പക്ഷപാതപരമായി സ്പീക്കർ ഇന്ററപ്റ്റ് ചെയ്യുന്നത് എന്ന് കണ്ടല്ലോ അല്ലേ? പ്ലീസ് കാര്യത്തിലേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ്. ഇതേ സമയം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട മണ്ടന്മാർ വൃത്തികെട്ട ഒരു വസ്തുതയും ഇല്ലാത്ത മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇളിച്ചുകൊണ്ട് ക്ഷമയോടെ കേട്ടിരിക്കുന്ന ആളാണ് ഈ സ്പീക്കർ. ഹൈവേ നിർമ്മാണത്തിലെ കാലതാമസവും അണ്ടർപാസുകളും ഓവർബ്രിഡ്ജുകളും അനുവദിക്കേണ്ട ആവശ്യകതയുമാണ് ഷാഫി ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിന് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മറുപടി കേട്ടുകൊള്ളൂ. Honorable sir, regarding these problems, the Kerala is in such a situation that in Kerala the whole development is roadside development. One side school, one side colleges, a residential area is there. So everyone is demanding for underpass. If suppose we are going to implement, we have to make the road of underpass, and that is to be a big problem. So somewhere when there the road connectivity is there, we can make it. Somewhere because of the education institution also we consider. Even many of the member of parliament from Kerala many times come to me, and that is not up to the criteria also we sanction that. But regarding this issue, I will call honorable member. Again, I will go through all the problems which already he present here, and I will try to find out the way out positively, that how it can be helpful for him. Thank you. ഏതായാലും നിതിൻ ഗഡ്കരി ഷാഫി പറമ്പിലുമായി ഒരു മീറ്റിംഗ് നടത്തി ഇതിന് എന്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കാം എന്ന് ചർച്ച ചെയ്യാം എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഷാഫി ഉന്നയിച്ച ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആവശ്യമായ അണ്ടർപാസുകളും ഓവർബ്രിഡ്ജുകളും അനുവദിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതുപോലെ സ്പീക്കർ ഓം ബിർള ഭാവിയിലെങ്കിലും ക്വസ്റ്റ്യൻ എന്ന് വ്യക്തമായി പറയാനും ഷാഫിയുടെ പേര് അല്പം കൂടെ മാന്യമായി പറയാനും പഠിക്കാൻ ശ്രമിക്കുമെന്ന് ആശിക്കാം.